പോകേണ്ടതായിരുന്നു, നീ വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മളൊരു കുറ്റബോധം പോലെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം എന്നെ കല്യാണം വിളിച്ചില്ല, അപ്പം ഞാൻ പറയും നീ എന്നെ കല്യാണം വിളിക്കേണ്ടതായിരുന്നു എന്ന് പറയുമല്ലോ. എങ്ങനെയാണ് പറയുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഷുഡ് ഹാവ് എന്നുള്ള ഈ ഒരു യൂസേജ് കേട്ടോ. ഷുഡ് ഹാവ്. അങ്ങനെയാണെങ്കിൽ നീ പോകേണ്ടതായിരുന്നു, യു, അതിനുശേഷം ഷുഡ് ഹാവ് ചേർക്കുന്നു. അതിനുശേഷം ഹാസ് ഹാവ് ഒക്കെ വരുമ്പോൾ എപ്പോഴും വേർബ് എന്ത് ഫോമിലായിരിക്കണം? V3 ഫോമിലായിരിക്കണം. സോ പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഗോ ആണ്, അതിൻ്റെ V3 ഗോൺ. യു ഷുഡ് ഹാവ് ഗോൺ. നീ വിളിക്കേണ്ടതായിരുന്നു, യു ഷുഡ് ഹാവ്. യു ഷുഡ് ഹാവ്. വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ എന്നാണ്, അതിൻ്റെ V3 കോൾഡ് എന്നാണ്. യു ഷുഡ് ഹാവ് കോൾഡ്. നീ വിളിക്കേണ്ടതായിരുന്നു. നീ കാണേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്ലേഷനും സെൻറ്റൻസും സ്ട്രക്ചറും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കിത് എഴുതാൻ പറ്റും ഇല്ലേ? അതുകൊണ്ട് മാത്രം നിങ്ങൾക്കിത് എഴുതാൻ പറ്റും. ഇങ്ങനെ വേണം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലെ 5 ദിവസം, അതായത് ആഴ്ചയിൽ 2 ദിവസം പഠിപ്പിക്കൽ, 3 ദിവസം കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 6 മാസത്തെ കോഴ്സുകളായിട്ടാണ് നമ്മുടെ കോഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ 5 വർഷമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ബസ്സിലെ ക്ലാസ്സുകൾ എടുക്കുന്നു. സോ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം.